ഓഫ് യു. ഇന്ന് ഞാൻ ഇവിടെ ഒരുമിച്ച് കൂടിയത് എന്തിനാണെന്നറിയുമോ? ഞാൻ എന്നെ കണ്ടെത്താനാണ്, നിങ്ങൾ നിങ്ങളെ കണ്ടെത്താനാണ്. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഓരോ ഹീറോ ഉണ്ടാകും. നിങ്ങൾക്ക് ഹീറോ ഉണ്ടോ? ആരാണ് നിങ്ങളെ ഹീറോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹിറ്റ്ലർ, ഗാന്ധിജി. യെസ്, ബട്ട് വൈ? നമ്മുടെ ഹീറോ എന്തുകൊണ്ട് ഞാനായിക്കൂടാ? അഥവാ നിങ്ങളുടെ ഹീറോ എന്തുകൊണ്ട് നിങ്ങളായിക്കൂടാ? അതിന് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എനിവാൺ? ഇല്ലല്ലേ? കാരണം ടൈമില്ല. ഞാൻ മറ്റുള്ളവരുടെ തെറ്റുകുറ്റങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്, അവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ട് നമ്മുടെ ടൈം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ചിന്ത, നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നോക്കുന്ന ആ കാര്യം നിങ്ങൾ സ്വന്തത്തോടൊന്ന് ചോദിച്ചു നോക്കൂ. ഹൂ ഐ ആം, ഞാൻ ആരാണ്? എൻ്റെ കഴിവുകൾ എന്താണ്? ഞാൻ എങ്ങനെ ചെയ്താലാണ് വിജയിക്കുക? ഞാൻ പരാജയപ്പെട്ടത് ഇന്ന കാരണം കൊണ്ടാണ് എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ വിജയത്തിൻ്റെ എല്ലാ തുടക്കവും നമ്മളിൽ നിന്നാണ്. ജ്ഞാനത്തിൻ്റെ എല്ലാ തുടക്കവും സ്വന്തത്തെ അറിയുക എന്നതാണ്. അരിസ്റ്റോട്ടലിൻ്റെ വാക്കുകളാണ് അവ. നോയിങ് യുവർ സെൽഫ് ഈസ് ദ ബിഗിനിങ് ഓഫ് ഓൾ വിസ്ഡം. നമ്മുടെ പവർഫുള്ളായിട്ടുള്ള ടൂൾ എന്താണെന്ന് അറിയുമോ? വാട്ട്? നമ്മുടെ മൈൻഡാണ്. നമ്മുടെ മൈൻഡ്, മനസ്സ്. ആ മനസ്സ് നിങ്ങളെ വിജയത്തിലേക്കും അതുപോലെ തന്നെ പാതാളത്തിലേക്കും കൊണ്ടുപോകാൻ അതിന് പ്രാപ്തിയുണ്ട്. ഇരുതല മൂർച്ചയുള്ള ആയുധമാണ് അവ. രത്തൻ ടാറ്റയുടെ വാക്കുകളുണ്ട്. എന്താണത്? ഇരുമ്പിനെ മറ്റുള്ളതിനെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷെ ഇരുമ്പിൽ നിന്ന് വരുന്ന തുരുമ്പിന് ഇരുമ്പിനെ നശിപ്പിക്കാം. അതുപോലെ തന്നെ മനുഷ്യനെ മറ്റാർക്കും നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷെ മനുഷ്യൻ്റെ മനസ്സിന് അത് നശിപ്പിക്കാൻ കഴിയും. മനസ്സിന്. ഓക്കെ, അതുകൊണ്ട് നാം ആദ്യം ആരെ തിരിച്ചറിയണം? നമ്മളെ തന്നെ തിരിച്ചറിയണം. ഓക്കെ, മനസ്സിനെ. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും, മനസ്സിനെ എങ്ങനെ തിരിച്ചറിയാം? അതൊക്കെ നമുക്ക് കഴിയുമോ? നമ്മളെ മനസ്സിനെ തിരിച്ചറിയാൻ കഴിയുമോ? സ്വന്തത്തെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത്. നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുമോ? എന്നാൽ ഉണരാനും കഴിയും. നിങ്ങൾക്ക് കയറാൻ കഴിയും, എന്നാൽ ഇറങ്ങാനും കഴിയും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ കണ്ടെത്താം. ഞാൻ ചില വിദ്യകൾ പറഞ്ഞു തരാം. നിങ്ങളെ മനസ്സിനോട് മന്ത്രങ്ങൾ ചൊല്ലേണ്ടതുണ്ട്. നിങ്ങൾ ദിവസവും ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ മാറി നിന്നുകൊണ്ട് നിങ്ങൾ മനസ്സിനോട് ചോദിക്കണം, ഞാൻ ആരാണ്? എൻ്റെ കഴിവുകൾ എന്താണ്? അങ്ങനെ മനസ്സിനോട് ചോദിക്കണം. അങ്ങനെ മനസ്സിൽ വരുന്ന ആശയങ്ങൾ നിങ്ങൾ പതിയെ അതിൽ നിന്ന് കടമെടുക്കണം. ഇത് 21 ഡേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആവർത്തിക്കണം. ഇതിൽ നിന്ന് ഉൾത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ നിങ്ങൾ എടുത്തുകൊണ്ട് അതെനിക്ക് കഴിയുമെന്ന് ദൃഢമായി വിശ്വസിച്ചുകൊണ്ട് അത് പ്രവർത്തിക്കണം. ഐ ക്യാൻ, ഐ ഡു. നിങ്ങൾ അത് പ്രവർത്തിച്ച് തുടങ്ങണം. നിങ്ങളെ പിറകോട്ട് വലിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾ അന്വേഷിക്കണം. മനുഷ്യരാകുമ്പോൾ പല ചുറ്റുപാടുകളും ഉണ്ടാകും, പല ആസക്തികളും ഉണ്ടാകും. ഫോണിനോട്, ബൈക്കിനോട്, പെണ്ണിനോട്, കാറിനോട്, അല്ലേ? പ്രണയമുള്ളവരൊക്കെ ഉണ്ടോ ഇവിടെ? അല്ലേ? പക്ഷേ അതൊക്കെ നമ്മുടെ വിജയത്തെ, ലക്ഷ്യത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നാം മെല്ലെ മാറ്റി നിർത്തേണ്ടതുണ്ട്. ജാഹിലീങ്ങളെ തൊട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അകന്ന് നിൽക്കണം. അത് നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ആദ്യം ആരെ കണ്ടെത്തണം? ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താം. നിങ്ങൾ വളരെ കഴിവുള്ളവരാണ്. ലോകത്തെ എല്ലാ ശക്തികളും നിങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കണം. പ്ലീസ് സ്റ്റാൻഡ്. അല്ലാതെ നീ പ്ലീസ് സ്റ്റാൻഡ്. സിറ്റ് ഡൗൺ.
ഞാൻ പറയുന്നത് പോലെ പറയണം. ഓക്കെ? ഐ ക്യാൻ, എനിക്ക് കഴിയും. ഞാൻ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എൻ്റെ ഹീറോ ഞാൻ തന്നെയാണ്. ഞാൻ വിജയിക്കുക തന്നെ ചെയ്യും. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ ഓഫ് യു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അറിയുന്നു. ഓഫ് ക്യാമ്പസ് റിസൾട്ട് നമ്പർ 16, മൈനർ സോൺ സോർഫ് മാസ്റ്റർ. തേർഡ് പ്ലേസ് ലെറ്റർ സി ഷാമിൽ. ഗാൻസാവിൽ ജനറൽ മോട്ടീവ് ചാറ്റ് അവസാനിച്ചിരിക്കുന്നു. വിധി നിർണയിച്ച വിധികർത്താക്കൾക്ക് കൃതജ്ഞത. ഗാൻസാവിൻ ആലപിക്കുന്നു മൈനർ സോൺ അറബിക് സോങ്. ഇനി റിപ്പോർട്ട് ചെയ്യാത്ത ചെസ് നമ്പർ 601 മൻസ ഉൽ ഇർഫാൻ. എത്രയും